അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ പരിപൂർണതകളുടെയും സിഫാത്തുകളുള്ളവനാണ്. അതോടൊപ്പം ഒരു ന്യൂനതയുടെയും സിഫാത്തുകൾ അല്ലാഹുവിനില്ല. അതാണ് സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹു, വല്ലാഹു അക്ബർ, വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. കൻസും മിൻ കുനൂസിൽ ജന്നഹ്, സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്റാണത്. സുബ്ഹാനല്ലാഹ്. മനുഷ്യൻ അത്ഭുതപ്പെടുന്ന എന്തൊക്കെയുണ്ട് ഈ ലോകത്ത്, കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകുന്നത് എല്ലാം അത്ഭുതമാണ്. ഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അല്ലാഹു ഏകനാണ്, അത് ഒരുത്തനാണ്. കുറെ പടച്ചവന്മാര് പാടില്ല. ഒരു രാജ്യത്തിന് ഒരു പ്രസിഡന്റ്, ഒരു കിങ്, ഒരു നേതാവ് എന്ന് പറയുന്ന പോലെ എല്ലാ പടപ്പുകളുടെയും ഉടമസ്ഥനായ ഒരു സൃഷ്ടാവ്. ഇതറിയിക്കുന്നതാണ് ഓരോ മണൽത്തരിയും, ഇതറിയിക്കുന്നതാണ് ഓരോ മരവും ഓരോ ചെടിയും. നമ്മൾ ചവിട്ടി നടക്കുന്ന കല്ലുകൾ പോലും അല്ലാഹുവിൻ്റെ അസ്തിത്വം വിളിച്ചു പറയുകയാണ്. വഫീ കുല്ലി ശൈഇൻ ലഹു ആയത്തുൻ തദുല്ലു അലാ അന്നഹു വാഹിദു. അതുകൊണ്ടാണ് പുണ്യനബി തങ്ങൾ മനുഷ്യർക്ക് ഇത്രമേൽ നന്മ ചൊരിഞ്ഞു കൊടുത്തത്, അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ. നബുവത്തിന്റെ ആദ്യകാലം 13 വർഷം, പ്രവാചകത്വം കിട്ടിയ 13 വർഷം സ്വഹാബിമാരെ പഠിപ്പിച്ചത് നിസ്കാരമോ നോമ്പോ സക്കാത്തോ ആണോ? അല്ല. ആദ്യത്തെ 13 വർഷം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചത് മൻ ഹുവല്ലാഹ്, ആരാണ് അല്ലാഹു, ആരാണ് മലക്കുകള്, എന്താണ് ഖിയാമത്ത് നാള്, ആരാണ് അമ്പിയാക്കന്മാർ, എന്താണ് ആഖിറം, എന്താണ് സ്വർഗം നരകം, ഈമാൻ കാര്യങ്ങളാ ആദ്യത്തെ 13 കൊല്ലം പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചത്. ആദ്യത്തെ 13 കൊല്ലത്തെ വഅദ്, ഹബീബിന്റെ ദർസ്, ഹബീബിന്റെ ഉത്ബോധനം ഈമാൻ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടാ ഇസ്ലാം കാര്യം തുടങ്ങിയത്. ഷഹാദത്ത് ആദ്യം തുടങ്ങി. ഇസ്ലാം കാര്യങ്ങളിൽ ഇബാദത്തിന്റെ ഭാഗമായി വരുന്ന നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും വരുന്നത് ഈമാൻ കാര്യം 13 കൊല്ലം പഠിപ്പിച്ചതിന് ശേഷമാണ്. സുബ്ഹാനല്ലാഹ്. അറിവുകളിൽ ഏറ്റവും വലിയ അറിവ് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവാണ്. അതുകൊണ്ടാണ് പുണ്യ നബി തങ്ങൾ പറയാറുള്ളത്, ലാ യമൂതന്ന അഹദുകും ഇല്ലാ വഹുവ യുഹ്സിനു ളന്നഹു ബില്ലാഹി തആല. മരണസമയത്ത് പോലും ഓർക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാണെന്ന്. അതല്ലേ ആ പറയുന്നതിൻ്റെ അർത്ഥം? നിങ്ങൾ മരിക്കുമ്പോൾ ഓർക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ച്. ലാ യമൂതന്ന അഹദുകും, നിങ്ങൾക്ക് മരണം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇല്ലാ വഹുവ യുഹ്സിനു ളന്നഹു ബില്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് നല്ലതേ നിങ്ങൾ വിചാരിക്കാവൂ. അല്ലാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിച്ചുകൊണ്ടേ മരണപ്പെടാവൂ. മരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ, ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ നമുക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ, മരണം അരികത്തെത്തി എന്ന് തോന്നാൻ തുടങ്ങുമ്പോൾ നിർബന്ധമായും നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് നല്ലതേ ചിന്തിക്കാവൂ. എൻ്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തും, എൻ്റെ റബ്ബെനിക്ക് മാപ്പ് തരും, എൻ്റെ അല്ലാഹുവിൻ്റെ തൗബ സ്വീകരിച്ചിരിക്കും, എൻ്റെ റബ്ബൻ്റെ ദുആ സ്വീകരിച്ചിരിക്കും, എൻ്റെ റബ്ബ് അവൻ്റെ റഹ്മത്തിൻ്റെ കരങ്ങളാൽ എന്നെ സ്വീകരിക്കും എന്ന് മാത്രമേ നിങ്ങൾ വിചാരിക്കാവൂ. എന്നെ റബ്ബ് ശിക്ഷിക്കുമോ, ഞാൻ നരകത്തിലേക്കാണോ, എൻ്റെ ഖബർ അദാബായിരിക്കുമോ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. ഇലാ റൗഹിൻ വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ. കടന്നു വന്നോളൂ ശാന്തി പൂണ്ട് കിടക്കുന്ന ആത്മാവേ, ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇലാ റൗഹിൻ വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗദ്ബാൻ. ഇത് പറയുന്ന മലക്കുകളുടെ ആ ഒരു നേരം ആലോചിച്ചു നോക്കൂ. അതാണല്ലോ മുഹൂർത്തങ്ങളിൽ ഏറ്റവും വലിയ മുഹൂർത്തം. മനുഷ്യ ജീവിതത്തിൻ്റെ നിർണായകമായ സമയം അതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് ഇങ്ങ് കടന്നു വന്നോളൂ. ഒരിക്കലും നിങ്ങളോട് കോപിക്കാത്ത കാരുണ്യവാന്റെ അരികത്തേക്ക് പോരുന്നുണ്ടോ? ഇത് ചോദിച്ചുകൊണ്ടാണ് മലക്കുകൾ മുഅ്മിനീങ്ങളുടെ റൂഹിനെ പിടിക്കുന്നത് അത്രേ. സുബ്ഹാനല്ലാഹ്. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ ആലിമാണ്, ആലിമീങ്ങളുടെ നേതാവാണ്. അല്ലമഹു ശദീദുൽ ഖുവാ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഇൽമുകളിൽ വെച്ച് ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? ഇസ്ലാമിന്റെ ഇൽമുകളിൽ ഏറ്റവും വലിയ ഇൽമ് ഏതാണ്? ദീനിന്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അദ്ദീനു അന്നസീഹ. ദീൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഗുണം വേണം എന്ന് ആഗ്രഹിക്കലാണ്. ഇൽമിന്റെ അറിവുകളിൽ, ദീനിന്റെ അറിവുകളിൽ വെച്ച് ഏറ്റവും വലിയ അറിവ് അതാണത്രേ. അദ്ദീനു അന്നസീഹ. ഇസ്ലാം എന്ന് പറയുന്നത് നസ്വീഹയാണ്. നസ്വീഹ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും വേദ പറയലാണ്. അല്ല. നസ്വീഹത്ത് എന്ന് പറഞ്ഞാൽ ഉറുദു പറയലാണോ? അതിനങ്ങനെ അർത്ഥമുണ്ട്. പക്ഷേ ഹദീസിൽ പറഞ്ഞ ഈ നസ്വീഹത്ത് എന്താണ്? എല്ലാവർക്കും നന്മ വരണം എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കാം. ഓല് തോൽക്കട്ടെ, ഓല് പരാജയപ്പെടട്ടെ, ഓല് നാണം കെടട്ടെ, ഇതൊരു മുഅ്മിന് ചിന്തിക്കാൻ പാടില്ല. അദ്ദീനു അന്നസ്വീഹ. പാപികളായ ആളുകളെക്കുറിച്ച് പോലും അല്ലാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് അവർ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിക്കലാണ് ദീൻ. അതാണ് മഅറൂഫുൽ ഖർഖി തങ്ങളുടെ ചരിത്രം നമ്മൾ ഓർക്കാറുള്ളത്. വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹിയോട് ചില ശിഷ്യന്മാർ ഇമാം അവറുകളെ നമ്മൾ പറയില്ലേ ഇങ്ങോട്ട് പൊക്കി പറയാന്ന്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ ഇമാം ഷാഫിഈ തങ്ങളുടെ ശിഷ്യനാണ്. സാഹിബുൽ മുസ്നദ് 40,000 ഹദീസുകൾ സമാഹരിച്ച വലിയൊരു കിതാബിൻ്റെ ഹദീസിൻ്റെ ജാമിഅ. മഹാനവറുകളോട് ശിഷ്യന്മാർ പറഞ്ഞു, അന്ന് ജീവിച്ചിരിപ്പുള്ള മഹാനാണ് മഅറൂഫുൽ ഖർഖി തങ്ങൾ. ഇറാഖുകാരനാണ്, അള്ളാഹിൻ്റെ വലിയായിരുന്നു, സൂഫിയായിരുന്നു. മഅറൂഫുൽ ഖർഖി തങ്ങളുടെ പിന്നാലെ ഒരുപാട് ശിഷ്യന്മാർ, ഒരുപാട് ഔലിയാക്കന്മാർ, മുരീദന്മാർ മഅറൂഫ് തങ്ങളുടെ കൂടെ ഇങ്ങനെ നടക്കും. അപ്പോൾ ചില ആളുകൾക്ക് അങ്ങനെ ഒരു അസൂയ തോന്നൂല. എന്താ അപ്പോൾ അവിടെ കുറേ ആൾക്ക്, ആ ദർസിൽ കുറേ കുട്ടികൾ പോകുന്നുണ്ട്, എൻ്റെ അടുത്ത് അത്ര വരുന്നില്ലല്ലോ. അപ്പോൾ അത് മനുഷ്യ സഹജമായൊരു ചില തോന്നലുകൾ വരാം. ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾക്ക് തോന്നിയെന്നല്ലേ ഞാൻ പറയുന്നത്. ചില ശിഷ്യന്മാർ പറഞ്ഞു, ഇമാം അവറുകളെ മഅറൂഫുൽ ഖർഖി തങ്ങളുടെ കൂടെ കുറേ ആളുകൾ ഇങ്ങനെ കൂടി നടക്കുന്നത് കണ്ടില്ലേ? നിങ്ങളെപ്പോലുള്ള അറിവൊക്കെ, അത്ര വലിയ ഇൽമുൽ ഹദീസൊന്നും അദ്ദേഹം മുഹദ്ദിസ് അല്ലല്ലോ, ഹാഫിദ് അല്ലല്ലോ. ഹാഫിദുൽ ഹദീസ്, ഖുർആന്റെ ഹാഫിദോ? ഖുർആന്റെ ഹാഫിദീങ്ങളാണെന്ന എല്ലാ മുൻഗാമികളായ ആലിമീങ്ങളും ഖുർആന്റെ ഹാഫിദീങ്ങളാണ്. ഹാഫിദ് അല്ലാത്തൊരു ആലിമിനെ നമ്മുടെ മുൻകാല സലഫ് സ്വാലിഹീങ്ങളിൽ ചിന്തിക്കാൻ കഴിയില്ല. ഒരു ആലിമാണോ ബൈ ഡിഫോൾട്ട് അവർ ഹാഫിദീങ്ങളായിരിക്കും. ഹാഫിദ് അല്ലാത്തൊരു ആലിം ഉണ്ടാവില്ല. അപ്പോൾ മുഹദ്ദിസൊന്നും അല്ലല്ലോ, പിന്നെ എന്താ കുറേ ആളുകൾ നിങ്ങളുടെ അടുത്ത് വരുന്നതിനേക്കാളും ആളുകളൊക്കെ മഅറൂഫുൽ ഖർഖിയുടെ പിന്നാലെ നടക്കുന്നുണ്ടല്ലോ എന്നാണ് ഉസ്താദിനൊന്ന് പൊക്കിയതാ. മഹാനവറുകൾ ഉയർന്നെഴുന്നേറ്റു. ആ പൊക്കല് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞു. അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എൻ്റെ ശിഷ്യന്മാരെ, മഅറൂഫ് തങ്ങളെക്കാളും ഞാൻ വലിയ ആളാണെന്ന് എന്നെ പൊക്കാൻ വേണ്ടി നിങ്ങൾ എന്നെ മൂപ്പിച്ച് കയറ്റാണല്ലേ? നിങ്ങൾക്കറിയുമോ? വഹൽ യുറാദു മിനൽ ഇൽമി ഇല്ലാ മാ വസല ഇലൈഹി മഅറൂഫ്. മഅറൂഫുൽ ഖർഖിയുടെ ജീവിതത്തിൽ കിട്ടിയ വിശുദ്ധി, ആ കറാമത്തുകൾ, ആ മഹാന്റെ മഹത്വം, അതല്ലേ ഇൽമു കൊണ്ട് കിട്ടേണ്ടത്? എനിക്ക് കിട്ടിയതിനേക്കാളും ഒരുപാട് കിട്ടിയ മഹാനല്ലേ അദ്ദേഹം. അദ്ദേഹം വലിയ മുദരിസൊന്നുമല്ല, ശരിയാണ്. ഹദീത്ത് പണ്ഡിതനാണോ? അതുമല്ല. ഒരുപാട് ഹദീത്തുകളൊന്നും പഠിപ്പിച്ചില്ല. പക്ഷേ അള്ളാഹിന്റെ വലിയായിരുന്നു. ആ ഔലിയാക്കന്മാരെത്തിയ മഖാമിലേക്ക് എത്തലല്ലേ ഇൽമിന്റെ ലക്ഷ്യം. ഇൽമു കൊണ്ട് അതല്ലേ കിട്ടേണ്ടത്? അതല്ലേ മഅറൂഫുൽ ഖർഖി കിട്ടിയത്? ആ മഹാനും ഞാനും എവിടെ കിടക്കുന്നു? അദ്ദേഹമല്ലയോ എന്നെക്കാളും മുമ്പിൽ കിടക്കുന്നത് എന്ന് സ്വന്തം ശിഷ്യന്മാർക്ക് തിരുത്തി കൊടുത്തു അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. മഅറൂഫുൽ ഖർഖി തങ്ങളെ കുറിച്ച് അറിയപ്പെട്ട മുതവാത്തിറായ ഒരു സംഭവമുണ്ട് എന്ന് പറയാമെങ്കിൽ, ദിജ്ലയുടെ ഇറാഖിലെ ടൈഗ്രീസ് നദിയുടെ ഓരത്തുകൂടെ അങ്ങനെ പോകുമ്പോൾ, നിങ്ങൾ കേട്ട ചരിത്രമാണ്, നമ്മൾ വാദിലൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ഒരു മഗ്രിബിന്റെ സമയം കുറേ ചെറുപ്പക്കാർ ഒരു സൗറഖിൽ, ഒരു തോണിയിൽ പാട്ടും പാടിയിട്ട് വിളക്കും കത്തിച്ച് ഡാൻസ് ചെയ്ത് കള്ളു കുടിച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാർ ആ പുഴയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ കൂടുതലുള്ള ശിഷ്യന്മാർ മഅറൂഫ് തങ്ങളോട് പറഞ്ഞു, യാ ശൈഖന, ഞങ്ങളുടെ ശൈഖ് അവറുകളെ, ഈ
ഇറാഖ്, ഈ ബഗ്ദാദിലെ ഏറ്റവും കുരുത്തം കെട്ട ആളുകൾ മൊത്തം ആ തോണിയിലുണ്ട്. അവരങ്ങ് മുങ്ങിയാൽ ഈ നാട് നന്നാവും. കുരുത്തം കെട്ട മുഴുവൻ ആളുകളും ഈ തോണിയിൽ ഇപ്പുണ്ട്. അതുകൊണ്ട് മഅറൂഫ് തങ്ങളെ ആ നൗക, ആ ഒരു തോണി, ആ ബോട്ട് ദിജലയുടെ ഓളങ്ങളിലൊന്ന് മുങ്ങി താഴാൻ വേണ്ടി നിങ്ങളൊന്ന് ദ്വാരക്കോ, ഞങ്ങളൊക്കെ ആമീൻ പറയാന്ന് പറയും. ഞാൻ ദ്വാരക്കാന്ന് പറഞ്ഞു. എല്ലാവരും ആമീൻ ചൊല്ലാൻ പോവാ. സുബ്ഹാനല്ലാഹ്. മഗ്രിബിന്റെ നേരം അവർ നിസ്കരിച്ചിട്ടില്ല എന്നറിയാം. അവർ കള്ളു കുടിച്ചിട്ടാണ്, അല്ലെങ്കിൽ കുടിക്കാതെയാണ്. പക്ഷെ പാട്ടുപാടി നൃത്തം ചെയ്ത് വിളക്ക് കത്തിച്ച് ആനന്ദിക്കുക. ഇശാ മഗ്രിബിന്റെ ഇടയിലൊന്നും സ്വാലിഹീങ്ങളായ മനുഷ്യന്മാർ അതൊന്നും ചെയ്യൂല എന്ന് ഉറപ്പാണല്ലോ. അപ്പൊ കുരുത്തം കെട്ട ആൾക്കാരാണെന്ന് കൂടുതൽ ആളുകൾ ഉറപ്പിച്ചു. അങ്ങനെ തന്നെ ആയിരുന്നിരിക്കണം. അല്ലാഹു അലം. മഅറൂഫ് തങ്ങൾ പറഞ്ഞു, ഞാൻ ദുആയിരക്കാം, നിങ്ങൾക്ക് ആമീൻ പറഞ്ഞോളൂ. ഇന്നി ദാഇം ഫഅമ്മിനു. എല്ലാവരും കൈ ഉയർത്തി ആമീൻ പറയാൻ നിൽക്കുക. മഅറൂഫ് തങ്ങൾ എന്ന് പറയുന്ന ഈ മഹാനുഭാവൻ ദുആ ചെയ്തു, അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹ്ഹും ഫിൽ ആഖിറ. പടച്ചവനെ, ഈ ലോകത്ത് അവർക്ക് ഇങ്ങനെ ചിരിക്കാൻ അവസരം കൊടുത്തതുപോലെ നാളെ പരലോകത്തും നീ അവരെ സന്തോഷിപ്പിക്കണമേ. ആമീൻ പറയാൻ വേണ്ടത് പടച്ചവനെ, എന്തായി പറയേണ്ടത്? മഅറൂഫുൽ ഖർഹി തങ്ങൾ അവർ കള്ളുകുടിയന്മാരായി ജീവിക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. പടച്ചവനെ, നാളെ സ്വർഗലോകത്തവരെ നീ കൊണ്ടുവരണം, അതിനവസരം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ മക്കളെ നീ നന്നാക്കണം പടച്ചവനെ എന്നതിൻ്റെ അർത്ഥം. മുക്കി താഴ്ത്തണേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞവരോട് അവരെ നീ രക്ഷപ്പെടുത്തു റബ്ബേ, അവരെ നീ നന്നാക്കി കൊടുക്ക് പടച്ചവനെ. ദുനിയാവിലൊക്കെ ഇങ്ങനെ ചിരിച്ചു നടക്കണ പോലെ നാളെ ആഖിറത്തിൽ ചിരിക്കാൻ അവർക്ക് അവസരം കൊടുക്കണമേ. അല്ലാഹുമ്മ കമാ ഫറഹ്തഹും ഫിദ്ദുനിയ ഫഫർരിഹ്ഹും ഫിൽ ആഖിറ. ഇതാണ് ഒരു ആലിമിന്റെ മനസ്സ്, ഇതാണ് ഒരു സയ്യിദിന്റെ മനസ്സ്, ഇതാണ് അള്ളാഹിന്റെ ഒരു വലിയിന്റെ മനസ്സ്. അവരാരും ഓരങ്ങ് തോൽക്കട്ടെ, ഓരങ്ങ് മരിച്ചു പോട്ടെ, ഓർക്ക് അങ്ങനെ സംഭവിക്കട്ടെ, ഇങ്ങനെ കുരുത്തക്കേടുണ്ടാവട്ടെ, ഇതൊന്നും ഒരു മുഅ്മിന് ചിന്തിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കഴിയില്ല? അദ്ദീനു അന്നസ്വീഹ. ദീൻ എന്ന് പറയുന്നത് ആദം നബിയുടെ മക്കളിൽ ഓരോരുത്തർക്കും, മുസ്ലിം ആണെങ്കിലും അല്ലെങ്കിലും, അവർക്ക് നന്മ വരണം, ഹിദായത്ത് കിട്ടണം എന്ന് ഖൽബ് കൊണ്ട് കൊതിക്കലാണ്. അത് നമുക്ക് എത്ര കണ്ടുണ്ട്, എത്ര കണ്ട് നമ്മളുടെ കീശയിൽ നിന്ന് ചാടിപ്പോയിട്ടുണ്ട് എന്ന് നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ കയ്യിൽ നിന്ന് എത്ര ഇത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അദ്ദീനു അന്നസ്വീഹ. അല്ലാഹുവേ നീ നന്നാക്കണേ. ഞാനാണോ ശരി, അവരാണോ ശരി? അൻത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ. അല്ലാഹുവാണ് തീരുമാനം എടുക്കേണ്ട ആള്. ഞാനോ ശരി, നിങ്ങളോ ശരി. ദലീലുകൾക്ക് സംസാരിക്കാൻ കഴിയും, പക്ഷെ ഹുക്മ് പറയുന്നത് അല്ലാഹുവാണ്. അതുകൊണ്ട് ബാക്കിയുള്ള ഞങ്ങളല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ പോകട്ടെ നരകത്തിലേക്ക്, അങ്ങനൊന്നൊരു മുഅ്മിന് പറയാൻ കഴിയൂലേ, ചിന്തിക്കാൻ പാടില്ലെന്നാണ്. അദ്ദീനു അന്നസ്വീഹ. അതുകൊണ്ടാണ് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ബദരിയാണ്. ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു, ബദറിൽപ്പെട്ട ബദരിയായ സ്വഹാബിയാണ്. നഖീബിയാണ്, നുഖബായിൽപ്പെട്ട സ്വഹാബിയാണ്. മഹാനവറുകൾ അഖബിയാൻ, ബൈഅത്തുൽ അഖബയിൽ പങ്കെടുത്ത ഉഹദിയാൻ. ബദരിയുൻ വ അഖബിയുൻ വ ഉഹദിയുൻ. അങ്ങനത്തെ മഹാനാണ് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പറയാ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ കൈപിടിച്ചുകൊണ്ട് ബായഅനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കൈപിടിച്ചുകൊണ്ട് ഞങ്ങൾ ബൈഅത്ത് ചെയ്തു. എന്ത്? അലസ്സംഇ വത്വാഅ. നബിയേ, അങ്ങ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും നബിയേ, ഞങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഇത് ബുദ്ധിയെ പണയം വെച്ചു എന്ന് യുക്തിവാദി പറയും. നമ്മൾ യുക്തിവാദികളോടല്ല വേദ പറയണത്. ആദ്യം യുക്തിവാദികളോട് ഞാൻ പറയാം, നിങ്ങൾ ആരും ഈ വഴിക്ക് തന്നെ വരണ്ട, ഇവരോടൊക്കെ പോയിക്കോ. ഇത് മുഅ്മിനീങ്ങളോടും ഇസ്ലാം വിശ്വസിക്കുന്നവരോടുമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഈ ഓൺലൈനിലൊക്കെ ഉള്ളതുകൊണ്ട് പലരും കാര്യം വെറുതെ ഓരോ നീതി വിട്ട് ഏറ്റവും സമയം പോകണ്ട. നിങ്ങളോടല്ല ഈ പറയും, നിങ്ങൾ പോയിക്കോ. നിങ്ങളോടല്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പറഞ്ഞ് തിരിയുന്ന ആളുകളോട് സംസാരിച്ചിട്ടില്ലേ കാര്യമുള്ളൂ. ഇത് മുഅ്മിനീങ്ങളോടാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് സംഅൻ വത്വാഅ. അവിടെ നമ്മുടെ ചിന്തകൾ മാറ്റിവെക്കുകയാണ്. എന്തുകൊണ്ട്? അഖ്ലും മിനൽ ഖാരിജ്. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അഖലിനേക്കാളും പുറത്ത് കിടക്കുന്ന ഒരു അഖൽ നമ്മളുമായി സംവദിക്കാൻ തുടങ്ങിയാൽ അതാണ് വഹി. ആ വഹി വന്നാൽ ഈ അഖൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് സംഅൻ വത്വാഅ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്തു നബിയെ. ഹബീബിനോട് ബൈഅത്ത് ചെയ്തു. സ്വഹാബി പറയാൻ, ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു.
ബായഅനാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലസ്സംഇ വത്വാഅ. പുണ്യനബിയേ, അങ്ങ് അല്ലാഹുവിൻ്റെ റസൂലാണ്, അങ്ങ് പറയുന്നത് അങ്ങനെ കേൾക്കുകയും അങ്ങനെ അനുസരിക്കുകയും ചെയ്യുന്നവരാണ് റബ്ബേ ഞങ്ങൾ. നബിയെ, ഞങ്ങൾ ഫിൽ ഉസ്രി വൽ യുസ്രി, ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ദാരിദ്ര്യമാണെങ്കിലും സമ്പത്തുണ്ടെങ്കിലും നബിയെ അങ്ങ് പറയുന്നത് ഞങ്ങൾ അനുസരിക്കും. നബിയെ അനുസരിക്കും. വൽ മൻശതി വൽ മക്റഹി, ഞങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിലും ഞങ്ങളുടെ മനസ്സിന് വിഷമമുള്ള സമയമാണെങ്കിലും ഖാല അല്ലാഹു വഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ നബിയെ ഞങ്ങൾ അനുസരിക്കും. റസൂലേ ഞങ്ങൾ അനുസരിക്കും. വഅലാ അസറത്തിൻ അലൈനാ, നബിയെ അത് ഞങ്ങൾക്ക് നഷ്ടമാകുന്ന വിഷയമാണെങ്കിൽ പോലും, ഞങ്ങളെ നോക്കാതെ ഞങ്ങൾക്ക് നഷ്ടമാണെങ്കിൽ പോലും നബിയെ ഞങ്ങൾ അങ്ങയുടെ വാക്കനുസരിക്കും. നബിയെ പിന്നെ പറഞ്ഞു വഅലാ അല്ലാ നുനാസിഅൽ അംറ അഹ്ലഹു, നിങ്ങളൊരാളെ നേതാവായി നിശ്ചയിച്ചാൽ, ഒരാളെ നിങ്ങൾ അമീറായി നിശ്ചയിച്ചാൽ, നിങ്ങളുടെ നേതാവും ഖായിദുമായി നിശ്ചയിച്ചാൽ പിന്നെ അവരോട് തർക്കിക്കാൻ പോകരുത്. ആ നേതൃത്വത്തെ പഴിചാരി പറയരുത്. നേതൃത്വത്തെ നിങ്ങൾ മോശമാക്കരുത്. ഒരു ഉമ്മത്തിന്റെ വഹ്ദത്തിനെ ഇല്ലായ്മ ചെയ്യരുത്. വഅലാ അൻ നഖൂല ബിൽ ഹഖ് ഹൈസുമാ കുന്നാ, ഞങ്ങൾ എവിടെയാണെങ്കിലും സത്യത്തിന്റെ കൂടെ നിൽക്കൂ. ന്യായവും സത്യവും അദലും നീതിയും എവിടെയാണോ അവിടെയാണ് ഞങ്ങൾ ഉണ്ടാവുക. ഇതൊരു വലിയൊരു വിഷയമാണ്.